ഇനി എന്താ? സർക്കസും കസർത്തും ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? സർക്കസ് നടത്തുന്നതേ അഭ്യാസം അറിയുന്നവരല്ലേമേ. എന്റെ ഒരു കാഴ്ചപ്പാടില് ഇവിടെ അടവും അഭ്യാസം അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. പേര് വിലാസിനി. എന്റെ ഇളയച്ചന്റെ ഭാര്യ. അപ്പൊ നിനക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടായി തുടങ്ങി. നല്ല കാര്യം. എന്നാലേ നിന്റെ സാഹിത്യകാരി ഭാര്യ കുറച്ചു മുമ്പ് കാണിച്ചത് അടവാണോ അഭ്യാസമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും ചുവട് പിഴച്ച് നിലത്തങ്ങ് വീണു. തലയിറക്കാന്ന് അവള് പറഞ്ഞ. ആ വിശ്വാസം വരുന്നില്ലെങ്കിലേ അവള് റൂമിലുണ്ട്, പോയി നോക്ക്. കൃഷ്ണേട്ടാ, കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടാ. ഇനി അവര് വരാതിരിക്കുവോ? അവര് വരുവാക്കില്ല, നീ ടെൻഷൻ അടിക്കാതെ. ഓ, എല്ലാവരും കൂടി മകനെയും മരുമകളെയും കാത്തിരിക്കുകയായിരിക്കും. അവളുടെ സമയം നല്ലതാണെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരാനൊന്നും പോകുന്നില്ല. കാത്തുകാത്തിരുന്നിട്ടും പൂത്തതില്ല വല്ലികൾ. ഒരിക്കലും പൂക്കാനും പോകുന്നില്ല. അരവിന്ദ്, നീ ഒന്ന് വിളിച്ചു നോക്കാൻ അതിനെ. അച്ഛാ, ഞാൻ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫാ. അവളൊന്നും വരാൻ പോകുന്നില്ല. ആനന്ദിന് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും കല്യാണി സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ വന്ന കെട്ടിലമ്മ ചമഞ്ഞിരിക്കുന്ന അവക്ക് വീണ്ടും ഒരു വേലക്കാരിയാണെന്ന തോന്നല് വന്നാലോ? ഞാനുള്ള സത്യം പറഞ്ഞതാ. ആരും എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. സുജാതേ, സുജാതേ. മാഡം, വിളക്കും കത്തിച്ചു വെച്ച് കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ലേ? എണ്ണ തീർന്നു. വിളക്ക് അണഞ്ഞു പോകുന്നതിന് മുൻപ് കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്ക്. ചെല്ല്. ശരി മാഡം. ആരും വരാൻ പോകുന്നില്ലെങ്കിലും വിളക്കെങ്കിലും കത്തിയിരിക്കട്ടെ. നിക്ക്. വിളക്കി തുടരുത്. വിലാസിനി ചേച്ചി, ദാസേട്ടൻ മരിച്ചതിന്റെ പുലിയുണ്ട് കല്യാണിക്ക്. നിലവിളക്ക് എടുക്കാൻ പാടില്ല. ആനന്ദ്, നീ ആ നിലവിളക്കെടുത്ത് കല്യാണിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറും. ഓ, ആന്റിക്ക് വേണ്ടത് സൗകര്യങ്ങളല്ലല്ലോ, അധികാരമല്ലോ.
അധികാരവും പദവിയും അലങ്കാരത്തിനുമുപരി അഹങ്കാരമായി കൊണ്ടു നടക്കാറുള്ള കിരീടം വയ്ക്കാത്ത തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന ഈ റാണിയുടെ അവസ്ഥയിൽ കുറച്ച് സഹതാപമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അയ്യോ ആന്റി, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. ആന്റിയോട് പറയാൻ ഒരു കൂട്ടം സന്തോഷ വാർത്തയായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. വെച്ച് താമസിപ്പിച്ച വാർത്തയുടെ ചൂടാറിപ്പോവും. ആ അതെന്താണെന്നറിയാനുള്ള ജിജ്ഞാസ ഈ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. എന്നാ കേട്ടോ. പാരമ്പര്യവും അന്തസ്സും പ്രൗഢിയും മുറുകെ പിടിക്കുന്ന തൃച്ചംബരം തറവാട്ടിലേക്ക് അകാലത്തിൽ അന്തരിച്ച ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണി വലതുകാൽ വെച്ച് കയറി. തൃച്ചംബരത്തെ മൂത്ത മരുമകളായി കല്യാണിയെ അംഗീകരിച്ചു എന്നർത്ഥം. ആ അഖിലാണ്ടേശ്വരിയുടെ ഒരു കാര്യവേ. അഭിനവ അഖിലാണ്ടേശ്വരി അടക്കി വാഴുക തൃച്ചംബരത്ത്. കല്യാണി വാ, ഇവിടെ ഇരിക്കും. പിന്നെ എന്തൊരു പുളിയാ, തക്കാളി ഇടേണ്ട അടുത്ത് പുളിയാ ഇട്ടിരിക്കുന്നെ. കല്യാണി, ചേരേണ്ടത് ചേരൂ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ നോക്കിയാ ഇപ്പൊ ഉള്ള രുചിയും കൂടി ഇല്ലാതാവും. വിലാസിനെ, നിന്റെ അർത്ഥം വെച്ചുള്ള പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറഞ്ഞ എന്റെ സ്വഭാവം നിനക്കറിയാലോ. അടിച്ച് കരണം പുകയ്ക്കും ഞാൻ. എന്റെ മരുമകളെ വിളിച്ചത്. ഇരിക്കു കല്യാണി. അഖില പറഞ്ഞത് അനുസരിക്കുക കല്യാണി, ഇരിക്കേ. ഈ അടുക്കളക്കാരിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കേണ്ട ഗതികേട് എനിക്ക് വരുത്തിയല്ലോ എന്റെ ഭഗവാനെ. സുജാത മാഡം. കല്യാണിക്ക് ആഹാരം വിളമ്പ്. ശരി മാഡം. എന്റെ ആന്റി, തൃച്ചംബരം എന്ന് പറഞ്ഞ നമ്മുടെ പഴയ തൃച്ചംബരെ എല്ലാവർക്കും അറിയൂ. ഒരു കണക്കിനാ ഞാൻ ഇവിടെ എത്തിയത്. അമ്മയെ നോക്കാൻ വന്നവളെ വലിയ പുള്ളിയാ. ഓഫീസ് ടൈമാ. 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യൂ, പിന്നെ റെസ്റ്റാ. എന്തു ചെയ്യാൻ പറ്റും, സഹിച്ചല്ലേ പറ്റൂ. എന്താ ആന്റി, ആന്റിയുടെ മുഖം എന്താ ഒടിഞ്ഞ ചേമ്പുതണ്ട് പോലെ വാടിയിരിക്കുന്നേ? എന്താ ആന്റി എന്റെ നേരെ ഈറ്റപ്പുലി പോലെ നോക്കിയത്? ഞാനെന്ത് പഴിച്ചു? എന്റെ ദേഷ്യം മുഴുവൻ നിന്നോടൊന്നും അല്ലടി. ആ അഖിലയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്താ ആന്റി, എന്താ ഉണ്ടായത്? ഓ, പുതിയ മരുമകളെ ആനയിച്ച് വരുത്തിയിട്ടുണ്ട് അഖില. ആനയും അമ്പാരിയും കൊട്ടും മേളവും ഒന്നും ഇല്ലായിരുന്നേ ഉള്ളൂ. തേനും പാലും ഒക്കെ കൊടുത്താ നോക്കുന്നേ. വിശേഷമുള്ളത് കൊണ്ട് എണ്ണ തോണിയിലിട്ട് കുളിപ്പിക്കും, പിന്നെ ആട്ടുകട്ടലിൽ ഇരുത്തി ആട്ടും. എന്തൊക്കെ ആന്റി ഞാൻ ഈ കേക്കുന്നേ? നീ കേട്ടതല്ലേ ഉള്ളൂ, ഞാൻ ദേ കണ്ടിട്ട് നിക്കുവാ. മൂത്ത മരുമകൾ കല്യാണിക്ക് അമ്മായിയമ്മ അഖില ചോറ് ദേ ഉരുട്ടി ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കുന്നു. മരുമകൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അത് കഴിക്കുന്നു. ഓ എന്റെ ശിവനേ, അയ്യോ എനിക്കിതൊന്നും കേൾക്കാനുള്ള ശേഷിയില്ലേ. എന്നിട്ട് വലുഞ്ഞേ, വലുഞ്ഞേ. കല്യാണി, എന്താ വല്യുഞ്ഞ് ഇവിടെ നിക്കണേ? ഏയ് ഒന്നുമില്ല. എന്താ
എന്താ വലിയ ആലോചിക്കണേ? എന്നോടുകൂടി ഒന്ന് പറയ്. എന്താണെന്ന് എനിക്കറിയില്ല കല്യാണി. അകാരണമായൊരു ടെൻഷൻ, എന്തൊക്കെയോ ദുരൂഹതകളുള്ളതുപോലെ. എന്ത് ദുരൂഹത? ഏത് കാര്യത്തില്? എന്തോ എനിക്ക് ചിലതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. വലിയ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, എന്തോ എവിടെയോ ഒരു ചതി മറഞ്ഞിരിക്കുന്നത് പോലെ. ഉൾക്കൊള്ളാൻ കഴിയാത്തത് പലതും ഞാൻ കാണുന്നു. എന്തായാലും ഈ വീട്ടിൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വീട് മാറിയേ പറ്റൂ. എന്താ വലിയ പറയണേ? എന്റെ ചില കണ്ടെത്തലുകളും ധാരണകളും തെറ്റാറില്ല കല്യാണി. ആ, ഏതായാലും നീ വാ. നിക്ക് വലിയ എന്തൊക്കെയാ പറയണേ? വലിയ എന്താ പറ്റിയേ? അഖില മാഡം ഇപ്പൊ സ്നേഹം കാണിക്കുന്നതാണോ പ്രശ്നം? ഇതല്ലേ ഞാനും വല്യുഞ്ഞും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ? അതാണോ വല്യുഞ്ഞ് ഉദ്ദേശിക്കുന്ന ദുരൂഹത? കല്യാണി, നിനക്ക് ആഹാരം വാരി തന്നപ്പോഴും നിന്റെ തലയിൽ തലോടിയപ്പോഴൊന്നും ഞാൻ അറിയുന്ന എന്റെ അമ്മ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അങ്ങനെ ആവില്ല. കഷ്ടാണ് വല്യുഞ്ഞെ. അഖില മാഡം പഴയതുപോലെ വല്യുഞ്ഞിനോട് സ്നേഹവും വാത്സല്യവും കാണിച്ചിട്ടും വല്യുഞ്ഞിന് അഖില മാഡത്തിന്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഒരുപക്ഷെ വാശിയും വൈരാഗ്യമൊക്കെ അതിര് കടന്നാൽ അമ്മയ്ക്ക് മകനെയും മകൻ അമ്മയും തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരും. ആ ഒരവസ്ഥ അതിപ്പോ കഴിഞ്ഞില്ലേ? അഖില മാഡം നമ്മളോടെല്ലാം ക്ഷമിച്ചില്ലേ? തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടുമ്പോഴാ രക്തബന്ധങ്ങളുടെ വില മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ടിപ്പോ? പനിയുണ്ട് മാഡം. ഞാൻ എത്തിച്ചു തന്ന ആന്റിബയോട്ടിക്സ് കൊടുത്തില്ലേ? കൊടുത്തു തുടങ്ങി. എങ്കിൽ വേഗം മാറിക്കോളും. എന്തിനാ പ്രിയങ്കി തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നേ? ഒന്ന് കൊന്നു കളഞ്ഞ പോരെ? കൊല്ല്, എന്നെ കൊല്ല്. അവശ്യ നിലയിലാണെങ്കിലും സിംഹം സിംഹം തന്നെ. ദേ സടകൊടഞ്ഞ് എഴുന്നേറ്റു. വെറും സിംഹമല്ല പ്രിയങ്ക, സിംഹരാജ്ഞി. തൃച്ചംബരത്തെ സിംഹറാണി. ഞാൻ ഭയന്നു കരുതിയോ? നീ ഭയക്കണ്ട. പക്ഷേ ഈ ട്രിഗറിലൊന്ന് വിരൽ തൊട്ടാൽ നിന്റെ തല ചിതറും. ഞാനത് ചെയ്യില്ല. കോടാനുകോടി സമ്പത്തുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റ ബുള്ളറ്റിൽ അതൊക്കെ തകർത്ത് കളയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നീ ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ, എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ കൊല്ലും ഞാൻ. അഖില മേഡത്തിന് ആഴ്ചതോറും MRI സ്കാനിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെടുക്കണമെന്ന് ആനന്ദ് സാർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് മേഡത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ ഞാൻ. അത് അന്ന് കാണിച്ച ഹോസ്പിറ്റലിലേക്ക് തന്നെ എനിക്ക് പോകേണ്ടത്. അത് ഞാൻ പൊയ്ക്കോളാം. വൈകി പൊയ്ക്കോ, ഞാൻ വിളിക്കാം. മാഡം,
ഡോക്ടർ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ മാഡത്തിന് സ്കാൻ ചെയ്ത് നോക്കണം. ഇന്ന് 12 മണി മുതൽ എനിക്ക് തിയേറ്റർ ഡ്യൂട്ടിയാ. അതിനു മുമ്പേ മാഡത്തിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് വരാമെന്ന് കരുതിയാ ഞാൻ വന്നത്. സാരമില്ല, വൈകിട്ട് മറ്റു ഡ്യൂട്ടികളൊക്കെ നടക്കട്ടെ, ഞാൻ പൊയ്ക്കോളാം. മാഡം, മാഡത്തിന്റെ ഇന്നത്തെ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് വേണം ഡോക്ടർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ആനന്ദ് സർ, ഇന്ന് തന്നെ മാഡത്തിനെ സ്കാൻ ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഷുവർ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. ശരി മാഡം. ആന്റി ആന്റി ഇവിടെ പോയിരുന്നു? അത് ഞാനൊന്ന് ഗുരുജിയുടെ അവിടെ വരെ പോയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. അമ്മ, സ്കാനിങ്ങിന് പോണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. ചേച്ചി, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ചേച്ചിയുടെ ആരോഗ്യമാ ഞങ്ങൾക്ക് പ്രധാനം. പോകാം. നന്ദന, അമ്മയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. ഗുരുജിയാണല്ലോ. നമസ്കാരം ഗുരുജി. ആനന്ദ്, ഞാൻ അഖിലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് അഖിലയെ ഒന്ന് കാണണമായിരുന്നു. അമ്മ ഇപ്പൊ അവിടെ വന്നില്ലായിരുന്നു ഗുരുജി? ഇല്ല, ഇവിടെ വന്നിട്ടില്ല. ഞാൻ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി ഗുരുജി, ഞാൻ അമ്മയോട് പറയാം. ശരി ആനന്ദ്. എന്തോ പറ്റൂ? അമ്മ അല്പം മുമ്പ് ഗുരുജിയെ കാണാൻ പോയെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? ആ അതെ. അമ്മ അവിടെ ചെന്നിട്ടില്ല എന്ന് ഗുരുജി പറയുന്നു. അഖിലാന്റി കള്ളം പറയോ? എന്തിന്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മ ജീവിതത്തിൽ ഇന്നേ വരെ കള്ളം പറഞ്ഞായിട്ട് എനിക്ക് അറിവില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ. ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കണ്ടെത്തിയേ പറ്റൂ. എത്രയായി? 60. നീ ഇതെവിടെ പോയിരുന്നു? തോറ്റു കൊടുക്കാൻ പാടില്ല. തോറ്റു കൊടുത്തിട്ടില്ല ഇതുവരെ ഈ രാജരാജേശ്വരി. നിങ്ങളിങ്ങനെ BP കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ക്ലോട്ടിംഗ് ഒന്നും ആവില്ല. ഏതായാലും സ്കാനിംഗ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. BP ഹൈ ആയിട്ടിരിക്കുമ്പോ സ്കാനിംഗ് ചെയ്യുന്നത് റിസ്ക് അല്ലേ ഡോക്ടർ? ഡോൺ വെറി മാഡം. ഒരുപക്ഷെ ഇതിനകം തന്നെ അഖില മാഡത്തിന്റെ BP നോർമലായിട്ടുണ്ടാകും.
ഇല്ലെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ് കൊടുത്ത് നോർമലാക്കാം. സിസ്റ്റർ, ഡോക്ടർ, അമ്ലോഡിപ്പിന് ഒരെണ്ണം എടുത്തിട്ട് വരും. ആ, ഈ ടാബ്ലറ്റിൽ ഒരെണ്ണം അഖില മേഡത്തിന് കൊടുക്കൂ. ആ ശരി ഡോക്ടർ. സിസ്റ്റർ, ഇങ്ങെടുക്ക, ഞാൻ കൊടുക്കാം. കൊടുത്തേക്ക്. ഞാനേ ഇത് കൊടുത്തിട്ട് വരാം. ആന്റി, ആന്റി റിലാക്സ് ആയാലേ BP നോർമൽ ആവും. ഞാൻ റിലാക്സ്ഡ് തന്നെയാ. ആദ്യം എന്നെ കാണിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവാത്തത്. ആന്റി പറഞ്ഞല്ലോ, ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. ദേ ആന്റി ഈ ടാബ്ലറ്റ് കഴിക്കേ. BP നോർമൽ ആവണ്ടേ? എന്താ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. അമ്മേ, ആ ടാബ്ലറ്റ് കഴിക്ക. മതിയല്ലോ. അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാ. എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യും. ശരി അമ്മേ, ഞാനിപ്പോ തന്നെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം. ബ്രോ വാ. ഞാൻ അഖിലയല്ലെന്ന് കണ്ടെത്താനാണല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജരാജേശ്വരി ഓരോ കാര്യത്തിലും അലവട്ടായിരിക്കും. ആന്റി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മാഡം, BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സോറി മാഡം. താങ്ക്സ് മാഡം. ഇത് മാഡത്തിന്റെ സ്കാൻ റിപ്പോർട്ടാണ്. ഓ അതായിരുന്നു. ശരി ശരി. നിഷി, ആ ഏപ്രിലെ പേഷ്യന്റിന്റെ സ്കാൻ റിപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. അതിന്റെ ഒരു കോപ്പി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിതൊന്ന് കൊടുത്തിട്ട് കൊണ്ടുവരാം. ശരി. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ട്.
ഇത് പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് ക്ലോട്ട് ആയത് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും മാഡം ഒരു 2 ആഴ്ച കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായി മെൽറ്റായിക്കോളും. മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ധൈര്യമായിട്ട് പോവാം. അപ്പൊ ഇത്രയൊക്കെ പരിശോധന നടത്തിയിട്ടും കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? മാഡം, കണ്ടുപിടിക്കാനുള്ളതെല്ലാം കണ്ടെത്തിയല്ലോ. ഇല്ല ഡോക്ടർ, ഇതിലും എന്റെ മക്കൾ സംതൃപ്തരല്ല. താങ്ക് യു ഡോക്ടർ. വെൽക്കം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അരികത്തുള്ളത് അമ്മ തന്നെയാണോന്നറിയാൻ മക്കൾ നടത്തിയ പരീക്ഷണങ്ങളും MRI സ്കാനും. എന്നിട്ട് എന്തായി? കണ്ടെത്താനായോ? എന്തൊക്കെയായിരുന്നു? ആദ്യം ട്രീറ്റ്മെന്റ് നടത്തിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. മൊബൈല് പരിശോധിക്കുന്നു. അതെ, ആനന്ദ് മണ്ടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ പോരാ. ഈ അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനത്ത് അവിടെയുള്ളത് രാജരാജേശ്വരിയാണെന്ന് കണ്ടെത്തി കഴിയുമ്പോഴേക്കും തൃച്ചംബരത്തിന്റെ വംശ പരമ്പര അവസാനിച്ചിരിക്കും. ആട്ടുതൊട്ടിലിൽ ആട്ടി ഉറക്കുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടിരിക്കുന്നതേ വെറുതെ. വെറും പാഴ്കിനാവ്. ഗർഭപാത്രങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതിനു മുന്നേ കൊന്നു തള്ളിയിരിക്കും. No! You're mistaken. No one can touch my family. Yes, Priyanka is not saying any nonsense now. Do you understand? You better understand. What the hell do you think of me? As long as Rajarajeshwari is there, everything Priyanka says will happen. ഇനിയും ഇത്തരം കലാപരിപാടികളുമായി മക്കൾ ഇറങ്ങി തിരിച്ച ആയുസിന്റെ ദൈർഘ്യവും കുറയും. ജീവിതം തന്നെ ഒരു താളത്തിലെ പ്രിയങ്ക മുന്നോട്ട് നീങ്ങുന്നത്. ഈ സ്റ്റീറിംഗ് എന്ന് പറയുന്നത് ഒരു സുദർശന ചക്രമാണ്. നിഗ്രഹിക്കാനും കഴിയും, സംരക്ഷിക്കാനും കഴിയും. എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ചില സമയങ്ങളിൽ യമനും ദൈവവും ഒക്കെ നമ്മൾ തന്നെയാണ്. വരുന്നുണ്ട്. Good morning, madam. Good morning. How are you, doctor? I'm fine. നമുക്ക് കാറിനകത്തിരുന്ന് സംസാരിച്ചാലോ? അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഡീലിങ്ങിനൊക്കെ ഒരു ചെറിയ ഒളിവ് മറവൊക്കെ ഉള്ളത് നല്ലതാ. എന്ത് ഡീലിങ്സ്? വാ പറയാം. അങ്കിളെ,
പഴയൊരു പേഷ്യന്റിനെ വിളിച്ചിരുന്നു അല്ലേ? രാജരാജേശ്വരി വിളിച്ചിരുന്നു. കാര്യം ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരാത്തതാണല്ലോ ഞാൻ ചെയ്തതും. അതിന് പ്രതിഫലം പോരാന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഡോക്ടറെ, ചികിത്സയ്ക്ക് അർഹിക്കുന്ന പ്രതിഫലം വാങ്ങാം, അത് തെറ്റല്ല. പക്ഷേ എന്നെ പോലെ ഒരു 1-ാം നമ്പർ വില്ലത്തി ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോ നീ കയറി ഡബിൾ ക്രോസ് ചെയ്യാൻ നോക്കുന്നു. അത് പാടില്ല. അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. അത് എന്റെ അനന്തരവള് പറഞ്ഞ് ശരിയാ. ഡോക്ടറെ, വഞ്ചനയിൽ ചതി പാടില്ല കേട്ടോ. ലേഡി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദേവദൂതിക എന്നാണ്. പക്ഷേ നീ സ്റ്റെതസ്കോപ്പിന് പകരം കൊണ്ടു നടക്കുന്നത് കൊലക്കയറാണ്. ധരിച്ചിരിക്കുന്ന വെളുത്ത കോട്ട് പിശാചിന്റെ കുപ്പായവും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ദൈവത്തിന്റെ ചെകുത്താന്മാരാകുന്നു. എന്നെ വിട്. ദേ, നിറത്തോക്കൊരെണ്ണ അങ്കിളുടെ മടിയിലിരിപ്പുണ്ട്, അത് എടുപ്പിക്കരുത്. ഈ വഞ്ചനയും ചതിയൊക്കെ ഒരു തരത്തിലൊരു അസുഖം. യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടേണ്ട ഒരു അസുഖം. അങ്കിളെ, അനങ്ങരുത്. ഇടിക്കടി വരാൻ. നിന്റെ കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? ആ, ഇന്നലെ നീ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കുറവുണ്ട്. അല്ല, ഗർഭിണികളായ നിങ്ങളുടെ മരുമക്കൾക്ക് എങ്ങനെയുണ്ട്? വല്ല അറിവുണ്ടോ? ആ 2 ഗർഭവും എന്റെ മാഡം ഇതിനകം ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പുതിയ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി മാഡം അങ്ങോട്ട് താമസം മാറ്റിയതേ അതിനു വേണ്ടിട്ടാ. ഏതായാലും അതൊന്നും കാണാനിടയാകാത്തതിൽ ദൈവത്തിനോട് സ്തുതി പറയേ. ഒന്നും സംഭവിക്കില്ല, ദൈവം എന്റെ കൂടെയാ. ആ രാജരാജേശ്വരിയല്ല, യഥാർത്ഥ രാക്ഷസി വന്നാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത്? എങ്ങനെ സൂക്ഷിച്ചു നോക്കൊന്നും വേണ്ട, ഞാൻ വെറും വാക്ക് പറയാറില്ല.
ദാ കുടിക്കേ. കുടിക്കേ. എന്താ എന്തു പറ്റി നിനക്ക്? മറ്റൊരു മാർഗവും ഏതായാലും നീ ഇവിടെ കിടന്ന് ചത്തുപോണ്ട. നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ പ്രിയങ്കയോട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഞാൻ അഖിലാണ്ടേശ്വരി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ഞാൻ രക്ഷപ്പെട്ടു. ഇവിടുത്തെ കാവൽക്കാരി എന്റെ എല്ലാ ഗുളികകളും കൂടി അകത്തേക്ക് ചെന്ന് ജീവച്ഛവമായി കിടക്കുക. വേണമെങ്കിൽ വന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. അല്ലേൽ ആ കൊലപാതകത്തിന് കൂടി മറുപടി പറയേണ്ടി വരും നിനക്ക്.